നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമെബോളിനെതിരെ കോപ്പ അമേരിക്ക ഓർഗനൈസേഴ്സിനെതിരെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഉറുഗ്വായുടെ അർജന്റീൻ കോച്ച് മാർസലോ ബിയൽസ. അദ്ദേഹം വാക്കുകൾ അങ്ങനെ ഉപയോഗിച്ചത് മാത്രമല്ല, തട്ടിക്കയറുന്ന രൂപത്തിലാണ് പ്രസ് കോൺഫറൻസിൽ പ്രതികരിച്ചിരിക്കുന്നത്. സംഭവ വികാസങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. കൊളംബിയ വേഴ്സസ് ഉറുഗ്വായി മത്സരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അടിപിടി. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ താരങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? അവരുടെ അമ്മ, അവരുടെ സിസ്റ്റർ, അവരുടെ ഭാര്യ, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ സ്റ്റാൻഡിൽ വെച്ച് ആക്രമിക്കപ്പെടുമ്പോൾ നോക്കി നിൽക്കണമായിരുന്നോ? ഇത് യഥാർത്ഥത്തിൽ കോൺമെബോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നവർ USA അവരുടെ പ്രശ്നമാണ്. ഇത് തടയപ്പെടാമായിരുന്നു, അതിനുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഉടനീളം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം അവിടുത്തെ പിച്ച് കണ്ടീഷനെ കുറിച്ചാണ്. അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനി അത് പറഞ്ഞിരുന്നു, അവരുടെ താരങ്ങൾ അത് പറഞ്ഞിരുന്നു, ബ്രസീലിയൻ കോച്ച് അത് പറഞ്ഞിരുന്നു. ഇങ്ങനെ അവിടുത്തെ പിച്ചിനെ കുറിച്ചും മറ്റു പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഉയർത്തിയിരുന്നു. പക്ഷെ തുടക്കത്തിൽ കേട്ട പോലെ പിന്നീട് കേട്ടിട്ടില്ല. ബിയൽസ പറയുന്നു അത് കോൺമെബോൾ ഭീഷണിപ്പെടുത്തിയതാണ്, സ്കലോനിയെയും മറ്റു താരങ്ങളെയും ഭീഷണിപ്പെടുത്തി, ഇനി അത് പറഞ്ഞാൽ നടപടി നേരിടേണ്ടി വരുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി, അങ്ങനെ അടിച്ചമർത്തി വെക്കുകയാണ് ചെയ്തത്. ഇവിടെ വേണ്ട വിധത്തിലല്ല കളികൾ നടന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നത് എന്ന് തന്നെ ഇപ്പോൾ ബിയൽസ പറയുന്നു. ആ വാക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നോർത്ത് അമേരിക്കൻസ് നിങ്ങളോട് ഒരിക്കലും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയില്ല. നിങ്ങൾക്ക് നല്ലൊരു പിച്ച് നൽകും എന്നവർ പറയും. പക്ഷേ എന്ത് തരത്തിലുള്ള പിച്ചാണ് നമുക്ക് ലഭിച്ചത് എന്ന് നോക്കുക. എന്നിട്ട് കളിയുടെ 3 ദിവസം മാത്രം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പുല്ലിന് മുകളിലാണ് കളിക്കേണ്ടി വരുന്നത്. ഒരു തരത്തിലും മികച്ച രൂപത്തിലുള്ളതല്ല. അത് കൃത്യമായിട്ട് ജോയിൻ ചെയ്തിട്ട് പോലുമില്ല. ആ രൂപത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സ്കലോനി ഒരിക്കൽ ഇതിനെതിരെ പറയാനുള്ള ധൈര്യം കാണിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തോട് മിണ്ടരുത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് മാത്രമല്ല, മറ്റു താരങ്ങളോടും അങ്ങനെ പറഞ്ഞു. അതോടുകൂടി പിന്നെ അവരെ കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പ്ലെയേഴ്സിന് പിന്നീട് സംസാരിക്കാൻ കഴിയാതെ വന്നു എന്നുകൂടി ഇപ്പോൾ മാർസലോ ബിയൽസ പറയുന്നുണ്ട്. കോപ്പ അമേരിക്കയുടെ നടത്തിപ്പിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ ബിയൽസ രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.